എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബി ഫാമിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. സോ അതിൽ വരുന്ന കാർബണികൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്താണ് ഒരു കാർബണികൽ കോമ്പൗണ്ട് എന്നറിയണമല്ലേ. സോ കാർബണികൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, കാർബണികൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബണികൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കാർബണികൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, C+O ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർബണികൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ടുള്ളത് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും പറ്റിയിട്ടാണ്. അതായത് ആൽഡിഹൈഡ്സിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് RC+OH, അതുപോലെ തന്നെ കീറ്റോണിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് RC+OR' ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്തും എന്ത് പ്രസൻ്റ് ആണ്, കാർബണികൽ ഗ്രൂപ്പ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമ്പൗണ്ടിൻ്റെ എൻഡിലായിരിക്കും ആ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മീൻസ് ഈ ഒരു R എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ ആൽക്കൈൽ ഗ്രൂപ്പിന് ശേഷമായിരിക്കും എന്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി കീറ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ആർ പ്രസൻറ്റ് വിത്തിൻ ദി കോമ്പൗണ്ട്. അതായത് എങ്ങനെയാണ്, കാർബണികൽ കോമ്പൗണ്ടിൻ്റെ മുൻപും അതുപോലെ തന്നെ കാർബണികൽ കോമ്പൗണ്ടിന് ശേഷവും എന്ത് പ്രസൻ്റ് ആയിരിക്കും, കാർബണികൽ ഗ്രൂപ്പിന് ശേഷവും നമുക്കിവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് പ്രസൻ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ കീറ്റോൺ ആൻഡ് ആൽഡിഹൈഡ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. അതായത് ഈ ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽഡിഹൈഡ്സിൻ്റെ ആയാലും കീറ്റോൺസിൻ്റെ ആയാലും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. സോ നമുക്ക് എന്താണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ന്യൂക്ലിയോഫൈൽ എന്നറിയണം. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ന്യൂക്ലിയോ മീൻസ് പോസിറ്റീവ് എന്നും അതുപോലെ തന്നെ ഫൈൽ മീൻസ് എന്താണ്, ലവർ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് പറയാം, ഒരു പോസിറ്റീവ് ലവർ ആണ് ആരെന്ന് പറയുന്നത്, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. സോ അതർ വേർഡ്സ് നമുക്ക് പറയാം, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയാം. അതുപോലെ തന്നെ എന്തിനെയാണ് അത് അട്രാക്ട് ചെയ്യുന്നത്, നമ്മുടെ പോസിറ്റീവ് ചാർജിനെയാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ഫോർ ന്യൂക്ലിയോഫൈൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണെന്ന്. അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മുടെ ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാർബണികൽ ഗ്രൂപ്പിലോട്ട് ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. അതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് നടക്കുന്നതെന്നും അതിൻ്റെ ബേസിക് മെക്കാനിസം വെച്ചിട്ടും നമുക്കതിനെ പറയാം. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു കാർബണിനെ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കാർബണികൽ ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അതായത് ഇവിടെയാണ് ഇതാ നമ്മൾ കാണിച്ചിരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ പാർഷ്യലായിട്ടുള്ള നെഗറ്റീവ് ചാർജും കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഒരു വേയിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ കാർബണികൽ കോമ്പൗണ്ട്സിനെ അല്ലെങ്കിൽ കാർബണികൽ ഗ്രൂപ്പിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ പറഞ്ഞു അല്ലേ ന്യൂക്ലിയോഫൈലിൻ്റെ അഡീഷൻ ആണെന്ന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ മെക്കാനിസമാണ്, ബേസിക് ആയിട്ടുള്ള ജനറൽ മെക്കാനിസമാണ് പറയുന്നത്. അതായത് നമ്മുടെ NU എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ജനറലായിട്ട് നമ്മുടെ ഒരു ഏതാണ് ആൽഡിഹൈഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ട് ആൽഡിഹൈഡിലുള്ള നമ്മുടെ കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യുവാണ്. ഓക്കെ, അതായത് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത് പാർഷ്യലി പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ പാർഷ്യലി നെഗറ്റീവ് ചാർജുമാണ് നമ്മൾ കൊടുത്തേക്കുന്നതല്ല, പാർഷ്യലി പോസിറ്റീവും പാർഷ്യലി നെഗറ്റീവ് ചാർജുമാണ് നമ്മുടെ കാർബണിനും ഓക്സിജനും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നമുക്ക് ഫോം ചെയ്യും, ജനറലി നോക്കിക്കഴിഞ്ഞാൽ RC+O, പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ, അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഇങ്ങനെയല്ലേ നമുക്ക് ഫോം ചെയ്യുക. പക്ഷേ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാർബണിന്
കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ 4 ബോണ്ട് മാത്രമേ കാർബണിന് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഒരു ഇവിടെ ഉള്ള കാർബണും ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്നുണ്ട്? ഓക്സിജനിലോട്ട് പോകുന്നുണ്ട്. ഓക്സിജനിലോട്ട് പോയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? അപ്പം ഓക്സിജനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് മാറി ഓക്സിജൻ എന്ത് വരും? നെഗറ്റീവ് ചാർജ് വരും. സോ ഇങ്ങനെയാണ്. സോ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സ്റ്റെപ്പാണ്. അത് നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഈ 2 സ്റ്റെപ്സുമാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇവിടുത്തെ ബോണ്ട് മാറാനായിട്ടുള്ള കാരണം എന്താണ്? കാർബൺ എന്ന് പറയുന്നത് ഒരിക്കലും 5 ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ന്യൂക്ലിയോഫൈലുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് കാർബണും ഓക്സിജനും ആയിട്ടിരിക്കുന്ന ഒരു ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓക്സിജനിലോട്ടാണ് പോകുന്നത്. കാരണം എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. സോ ഇവിടെ പോയതിന് ശേഷം എന്താണ്? ഇങ്ങനെ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഫോം ചെയ്തു, ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈൽ കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇനി നമുക്കെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള സ്പീഷീസിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോഫൈൽ വന്നിട്ട് എന്തിനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിജനിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് ഈ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ന്യൂക്ലിയോഫിലിക് അഡീഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ജനറൽ ആയിട്ടുള്ള മെക്കാനിസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് എന്താണ്? ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ജനറലായിട്ട് നമുക്ക് ഓരോരോ എക്സാമ്പിൾസ് വെച്ച് അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നും കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും കൺസെപ്റ്റ്. സോ ഇവിടെ നമ്മൾ ആൽഡിഹൈഡും അതുപോലെ തന്നെ കീറ്റോൺസും വെച്ചിട്ട് ഓരോരോ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ സയനൈഡുമായിട്ട് നമ്മുടെ ആൽഡിഹൈഡ്സും കീറ്റോൺസും കൂടിയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ പ്രോഡക്ട്സ് കിട്ടുന്നു എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ എന്താണ്? ആൽഡിഹൈഡിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, സ്റ്റെപ്സ് വെച്ചിട്ട് പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്യണം അല്ലേ? അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ന്യൂക്ലിയോഫൈൽ വേണം. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ സയനൈഡാണ്. സോ ഹൈഡ്രജൻ സയനൈഡിൽ നിന്ന് വേണം നമുക്ക് എന്ത് ഫോം ചെയ്യാം? ന്യൂക്ലിയോഫൈലായിട്ടുള്ള CN ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട്. സോ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്നത് HC ട്രിപ്പിൾ ബോണ്ട് N. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രജൻ സയനൈഡ് ഇരിക്കുന്നത്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ കാർബൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർഷ്യലി നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇപ്പം ഒരു ബേസ്, അതായത് OH, നമ്മുടെ റിയാക്ഷനിൽ OH എന്ന് പറയുന്ന ഒരു ബേസ് വന്നിട്ട് എന്താണ്? നമ്മുടെ പോസിറ്റീവ് ചാർജായിട്ടുള്ള ഹൈഡ്രജനെ വന്ന് അറ്റാക്ക് ചെയ്യുവാണ്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹൈഡ്രജനും OH മൈനസുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് ഫോം ചെയ്യുന്നത് OH മൈനസിലുള്ള ഈ ഒരു ഇലക്ട്രോണില്ലേ, അത് വെച്ചിട്ടായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. അന്നേരം ഈ കാർബണിൽ ഉള്ള, അതായത് ഹൈഡ്രജനും കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിരുന്ന ബോണ്ട് ബ്രേക്കായിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോവുകയാണ്? നമ്മുടെ കാർബണിലോട്ടാണ് പോകുന്നത്. ഈ ഇലക്ട്രോൺസ് കാർബണിലോട്ടാണ് പോകുന്നത്. സോ അങ്ങനെയാണ് കാർബണിന് എന്ത് വരുന്നത്? നെഗറ്റീവ് ചാർജ് വരുന്നത്. CN മൈനസ് ആയിട്ടും ഇവിടെ H2O ആയിട്ട് മാറുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ നമുക്ക് ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാർബണിലോട്ട് ആര് വന്ന് അറ്റാച്ച് ചെയ്യുവാണ്? നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുവാണ്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോവുകയാണ്? ഓക്സിജനിലോട്ട് പോവുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് കിട്ടും. ദെൻ അതിനുശേഷം ഇവിടെ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടിയത്. ഇനി ഒരു ന്യൂക്ലിയോഫൈലാണ് വന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടിയത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫൈൽ വന്ന് നമ്മുടെ ഈ ഒരു ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എന്താണ്? ഇവിടെ ഒരു OH പ്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോഴും നമുക്ക് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള
ഒരു എന്ത് കിട്ടുകയാണ്, ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ പ്രോഡക്റ്റ് നമുക്കിവിടെ കിട്ടുവാണ്. സോ ഇതാണ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കീറ്റോൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം മെക്കാനിസം തന്നെയാണ് വരുന്നത്. കണ്ടോ, സെയിം മെക്കാനിസം തന്നെയാണ്. ഇവിടുത്തെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള അതേ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. അത് മാത്രമാണ് നമുക്കിതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.